ഹായ് വെൽക്കം ബാക്ക് ടു അബി സൊല്യൂഷൻ. നമ്മൾ സാധാരണ മൊബൈൽ ഫോണിൽ നിരവധി ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആരെങ്കിലും പറഞ്ഞത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെയധികം ടൈം എടുക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തതിന്റെ വർക്ക് ആവാത്ത പ്രശ്നങ്ങൾ വരിക, ഇങ്ങനത്തെ പലതരം പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഈ പ്ലേ സ്റ്റോറിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട രണ്ട് സെറ്റിംഗ്സുകൾ ഉണ്ട്. ആ സെറ്റിംഗ്സ് ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ആ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല പെർഫോമൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് എന്താണെന്ന് പറഞ്ഞിരുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ, തുടർന്ന് ലൈക്ക് ബട്ടണും, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ മൊബൈലിൽ ഹോം സ്ക്രീനിൽ നമുക്ക് കാണാൻ നിരവധി ആപ്ലിക്കേഷൻസ് കാണുന്നുണ്ട് അല്ലെ. ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താണ്. ഇവിടെ നിന്നാണ് പ്ലേ സ്റ്റോറിലാണ് നമുക്ക് ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ പ്ലേ സ്റ്റോറിൽ നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഈ സെർച്ച് ഓപ്ഷനിലാണ് നമ്മളത് സെർച്ച് ചെയ്യുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നമ്മളത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് ലോഡ് ആവാൻ ടൈം എടുക്കുക, അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ആവാൻ ടൈം എടുക്കുക, ഈ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ടൈം എടുക്കുക, ഇങ്ങനത്തെ വളരെയധികം സ്ലോ ആവുന്ന ഒരു പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത്. അതിന് സോൾവ് ചെയ്യാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണുന്നില്ലേ മുകളിലുള്ള, ആ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് അല്ലെ. ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെയായിട്ട് കാണാം, ഇവിടെ കണ്ടില്ലേ ജനറലിന് അടുത്ത് തന്നെ ആയിട്ട് അക്കൗണ്ട് ആൻഡ് ഡിവൈസ് പ്രിഫറൻസസ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്ന ഇമെയിൽ ഐ ഡി ഏതാണെന്നുള്ള അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി വേറെ ഏതെങ്കിലും ആണെങ്കിൽ അവിടെ നിന്ന് മാറ്റി കൊടുക്കണം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഹിസ്റ്ററി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ ഹിസ്റ്ററി, ക്ലിയർ ഡിവൈസ്, സെർച്ച് ഹിസ്റ്ററി, റിമൂവ് സെർച്ച് ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ആ ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇതിന് മുൻപ് നമ്മൾ പലതരം ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന ഹിസ്റ്ററിയിലാണ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്ലിയർ ഹിസ്റ്ററി കൊടുത്തു കഴിഞ്ഞാൽ കുറെ അധികം, അപ്പൊ നമ്മൾ സാധാരണ ജിമെയിലൊക്കെ നോക്കുന്ന പോലെ വളരെയധികം ലോഡായി കിടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം അതിന് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ തന്നെ നല്ല പെർഫോമൻസ് നമ്മുടെ പ്ലേ സ്റ്റോറിന് ഉണ്ടാവും. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇവിടെ നമുക്ക് കാണാം പ്ലേ സ്റ്റോറിന്റെ ഐക്കൺ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ഇവിടെ ഒരു ഐ എന്ന് പറഞ്ഞ ഐക്കൺ കാണിക്കുന്നുണ്ട് അല്ലെ. ജസ്റ്റ് ഒന്ന് അതിന്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ കാണിക്കുന്നുണ്ട്. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് യൂസേജ് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നുണ്ട്, ക്ലിയർ ഡാറ്റ, അതിന് താഴെ ക്ലിയർ ക്യാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സ്റ്റോർ ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അത് കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് നമ്മുടെ പ്ലേ സ്റ്റോറിന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ക്ലിയർ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ക്ലിയർ ഡാറ്റ, ഈ ക്ലിയർ ഡാറ്റ കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്കറിയാം നമുക്ക് ക്ലിയർ ഡാറ്റ കൊടുക്കുന്ന സമയത്ത് ഡാറ്റ ഇതിന്റെ മുൻപ് നമ്മൾ പാസ്വേഡോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നഷ്ടമായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്ന് ക്ലിയർ ഡാറ്റ ഞാനൊന്ന് ഇവിടെ കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ മെസ്സേജ് ആയിട്ട്, വാർണിംഗ് മെസ്സേജ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ ഡിലീറ്റ് ആയി പോകാനുള്ള ഫയലുകൾ, സെറ്റിംഗ്സ്, അക്കൗണ്ട്സ്, ഡാറ്റാബേസ് ഒക്കെ ഡിലീറ്റ് ആയി പോകാനുള്ള സാധ്യത പറയുന്നുണ്ട്. അതുകൊണ്ട് പേടിയുള്ള ആളുകൾ എന്ത് ചെയ്യുക, അത് ഡിലീറ്റ് ചെയ്യേണ്ട, ക്യാഷ് മാത്രം ഡിലീറ്റ് ചെയ്താൽ നല്ല പെർഫോമൻസ് കിട്ടും. എന്റേത് വളരെയധികം പെർഫോമൻസ് കുറവാണ്, അതുകൊണ്ട് ഞാൻ ആ ഡാറ്റയും കൂടി ഞാനൊന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ഇങ്ങനെ ഒന്ന് പെർഫോം ചെയ്ത് നോക്കുക, അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് കാണാൻ സാധിക്കും.